മോളല്ലേ ലൈല നീ എന്റെ കൽബല്ലേ മജ്നൂവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. ഏവർക്കും മലബാറി ഫുഡ് ട്രക്കിന്റെ ഈദ് സ്പെഷ്യൽ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ ബലിപെരുന്നാളൊക്കെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മള് റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ അത് ശരിയാവില്ല. അപ്പൊ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടുകാരത്ത് അത് ഒരുമിച്ചിരുന്നിട്ട് ഒരു റൂമിലിരുന്നിട്ട് കഴിക്കുക എന്നുള്ള പരിപാടിയിലാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരുള്ളൂ നമ്മുടെ റൂമില്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിച്ചാൽ അതൊരു രസമില്ലല്ലോ. അപ്പൊ നമ്മള് ചെക്കന്മാരൊക്കെ ഇപ്പോൾ ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ആ ഒരു ഫീല് വേറെ തന്നെ, നാട്ടിലൊരു ഫീല് കിട്ടും. അപ്പോൾ പെരുന്നാളായിട്ട് വേറെ കാര്യമായിട്ട് വലിയ പരിപാടികളൊന്നുമില്ല. നമ്മുടെ നാടൻ സദ്യകളാണ്, നാടൻ പരിപാടികൾ. സദ്യകൾ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ അതിന് നല്ല കുമ്പളങ്ങ കറി, ചോറ്, അതുപോലെ പോത്തിറച്ചി വരട്ടിയത്, ഉപ്പേരി, അച്ചാറ്, പപ്പടം പൊരിച്ചത്, അങ്ങനെയൊക്കെ തുടങ്ങിയ നല്ല നാടൻ വിഭവങ്ങളാണ്. അതൊക്കെ ഞാൻ ഇപ്പോൾ കുറച്ച് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ എങ്ങനെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തൊരു കാര്യം, സബ്സ്ക്രൈബ്. അതെ, ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു വെക്കുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പൊ എങ്ങനെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ആസ്ലം പായല വെഞ്ഞുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ പരിപാടികൾ ഇതാണ്. നല്ല നാടൻ ചോറും, ഏതാ സാധനം പോത്തിറച്ചിയോ, പോത്തിറച്ചി വരട്ടിയത്, നമ്മളെ കുമ്പളങ്ങ കറി, മലപ്പുറം ഭാഷയിൽ പറയാം നല്ല കുമ്പളങ്ങ കറി, പപ്പടം പൊരിച്ചത്, നല്ല കാബേജ്, ബീഫ് നോക്കി നോക്കട്ടെ. അപ്പൊ ഇന്നത്തെ നമ്മളെ ഈദിന്റെ പരിപാടിയാണ് ഈ കാണുന്നത്. എന്താ രസം! ഈ ഒരു ചൊർക്ക് ഉണ്ടാവുക നമ്മള് ഒറ്റക്ക് അല്ലെ അസിസ്റ്റന്റ്, നമ്മളെ അസിസ്റ്റന്റ് നമ്മൾ ഈ ഒറ്റക്ക് റൂമിൽ ഇരുന്നുണ്ടാവും ഉണ്ടാവൂല, ഇപ്പൊ ലെവൽ കിട്ടുന്നില്ല. അപ്പൊ ഇനി ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയേണ്ടത് നിങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ നിന്നാണ് തുടങ്ങുക ഈ തലക്കന്ന്. ഇവിടെ എന്താ പാട് നമ്മളെ ഫുഡ് അഭിപ്രായം പറഞ്ഞോട്. ഒരു രക്ഷയില്ല മോനെ, അടിപൊളി രക്ഷയില്ല, ഉഷാറാണ്. അവിടെ നബീലെ സാറാണ് സാറ് അവിടെ അപ്പുറത്ത് തിന്നിട്ടില്ല, തിന്നോട്ടെ. അസ്ലമ ഒന്ന് പറഞ്ഞോടുത്താ പറയടാ. തോണിയാ പൊളിയല്ലേ? ബീഫ് എങ്ങനെയുണ്ട്? അല്ലോ നമ്മളെ സിബുവിന് എന്റെ കാലിലോട്ടാണ് മലയാളി. ഷറാണ് അടിപൊളി. അസ്ലമേ എന്താ പാടേ? ഒന്നും കൂടി പറഞ്ഞ ഇതാ തൊള്ളിയിലുള്ള ഇറക്കിയിട്ട് പറഞ്ഞാ മതി ആക്കത്തിന്. ഇന്ന് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കരുത്, ഞാൻ മുട്ട അടിച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞു എന്നോട്. ഇതിന്റെ ചുറ്റോറം നേരത്തെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു, അതൊക്കെ തിന്ന് നീച്ചു പോയില്ലേ? എന്നിട്ടും എനിക്ക് അഭിപ്രായം കിട്ടിയില്ല. അപ്പം പറഞ്ഞവർക്ക് 2 കൊല്ലം 3 കൊല്ലം 1 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ പോയി. അപ്പൊ ഫസ്റ്റ് ദിവസം കിട്ടുന്ന അതേ ഫീല് പെരുന്നാളിന് നമ്മളെ നാട്ടിലൊക്കെ നാട്ടിലുണ്ടാക്കണ അതേ ഫീൽ എനിക്ക് കിട്ടിക്കണോ? 100% കിട്ടിക്കണോ? ആയിക്കോട്ടെ, നമ്മള് ഗാനമേള തുടങ്ങിയാലോ എന്നാ? അപ്പൊ ഒരു അടിപൊളി ഗാനമേള അടുത്തതായിട്ട് ആരംഭിക്കാൻ പോവാണ്.
മജനൂവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ യാ ഹബീബി എന്റെ മുന്നിൽ നീ എത്തിച്ചേർന്നില്ലേ മൗത്തോളം വേർപെട്ട ജീവിതം നീയില്ലല്ലോ ദർജപ്പൂമോളല്ലേ ലൈല നീ എന്റെ കൽബല്ലേ മജ്നൂവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. ഒരു പാട്ട് എന്തായാലും പാടണം. ഒന്ന് നമ്മളെ അസിസ്റ്റന്റും പാടും. ഒരു എടപ്പാൾ ചെയ്ത ട്രൂപ്പിലുണ്ടായിരുന്നു. അതെ. ഇല്ല, ഇത് യൂട്യൂബിൽ വരുന്ന മെയിൻ സിംഗർ അതെ. നമ്മളെ ഫൈസൽ ഭായ് ഒരു അടിപൊളി പാട്ട്. എന്റെ കാതി എന്നുമെന്നും കാറ്റ് വന്ന് പറഞ്ഞിടും എന്റെ കാതിൽ എന്നുമെന്നും കാറ്റ് വന്ന് പറഞ്ഞിടും ഇഷ്ടമാണ് മറ്റൊരാൾക്ക് നിന്നെയേറെ ഇഷ്ടമാ കാറ്റേ പറയൂ അവളുടെ പേരെന്ത് അവളുടെ നാടേത് അവളുടെ പേരെന്താണ് അവളുടെ നാടേതാണ് ചൊല്ലുകട്ട ചൊല്ലുകട്ട ചൊല്ല് ചൊല്ലുകട്ട ചൊല്ലുകട്ട ചൊല്ല് നമ്മളെ ജാബിർ ഭായിന്റെ ഒരു പാട്ടാണ്. ജാബിർ ഭായ് ഇതാണ് മക്കളെ പ്രവാസികൾ കണ്ടോ. മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളിരാജാത്തി ഇഷ്കക്കടലിന്റെ മോസം പോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീ യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ കുട്ടിത്തത്തമ്മേ നീ പാറിയകന്നല്ലോ കൽബകം നൊന്ത് ഞാൻ ദുഃഖിച്ചിരിപ്പല്ലോ മാണിക്കക്കല്ലേ ഞാൻ നിന്നെ മറക്കില്ല മരണം വരേക്കും ഞാൻ നിന്നെ പിരിയില്ല മരണം വരേക്കും ഞാൻ നിന്നെ പിരിയില്ല നേരം വെളുക്കും നേരം വില വീശാൻ പോയല്ലോ ബഹറിന്റെ വിധേയൻ ബാപ്പ ഒരുകും എൻറും മാനെയും അരുമക്കിടാങ്ങളെയും ഓർക്കുന്നു കടലിൽ നിന്നും ബാപ്പ ഓ റഹ്മാനെ വിളിക്കുന്നു ബാപ്പ ഏറ്റം പീരിശത്താലേ ആറ്റൽ വീടറിവാ
പൊട്ടി കൽബും കരഞ്ഞു പൊട്ടി മക്കൂരപ്പൂമക്കാമിലെ മൗലാദീരെ വാസിലെ തുമ്പപ്പൂവായ കുത്തുപോലി വയ്യിനല വിരലിയല്ല മക്കൂരപ്പൂമക്കാമിലെ മൗലാദീരെ വാസിലെ തുമ്പപ്പൂവായ കുത്തുപോലി എല്ലാ കഴിഞ്ഞില്ലപ്പാ, അല്ലാത്ത യാതി സുസ്തായി പോയി. സ്വസ്ഥായി പോയി. അപ്പൊ ഭക്ഷണം കഴിച്ചു, അതിന്റെ കൂടെ കമ്പനിക്കാരൊപ്പം ഇരുന്ന് കൂട്ടുകാരൊപ്പം ഇരുന്ന് ഒരു പാട്ടും ബെയ്ത്തൊക്കെ പാടിയിട്ട് ഒന്നാണ്ട് പൊളിച്ചടക്കിയിട്ട് ഏതായാലും പോകുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞു പോകുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ പ്രവാസികളുടെ പെരുന്നാള്. ഇനി ബാക്കിയുള്ള സമയം ഉറങ്ങ, നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങാം. അപ്പൊ ഇതാണ് നമ്മളെ പരിപാടികൾ, പ്രവാസികളുടെ പെരുന്നാൾ എന്ന് പറഞ്ഞത്. കാരണം വീടില്ല, കുടുംബമില്ല, ഇവിടെ ഒറ്റക്ക് തനിച്ച് നിൽക്കുമ്പോ മറ്റുള്ള കുടുംബക്കാരും കൂട്ടുകാരും മറ്റു നാട്ടുകാരുമാണ് നമ്മളെ കുടുംബക്കാരും കൂട്ടുകാരൊക്കെ. കുറച്ചാളെ ഭയങ്കര മിസ്സാന്നല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് നമ്മുടെ 2 സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നു, അവരെ തന്നെ ഭയങ്കരമായിട്ട് മിസ്സാവുന്നുണ്ട് ഈ പെരുന്നാൾക്ക്. അപ്പൊ ഏതായാലും എന്താ പറയാ, ഇൻഷാ അല്ലാ. അപ്പൊ ഒന്നും മറക്കണ്ട എല്ലാരും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആക്ക, കമന്റ് ആക്ക, ഷെയർ ആക്ക, അത്രയല്ലേ ഉള്ളൂ. മതിയാ, പോരെ? മതി, അത് മതി. അപ്പൊ എന്താ ചെയ്യാ പറഞ്ഞ മാതിരി അപ്പൊ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പൊ എങ്ങനെ